നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ് കേട്ടോ. ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ബോട്ട് ജെട്ടിയിലാണ്. ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചിക്ക് ബോട്ട് സർവീസ് ഉണ്ട്. ഒരാൾക്ക് 6 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഒരു പ്രത്യേക യാത്രാസുഖം തന്നെയാണ് കേട്ടോ ഈ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ബോട്ട് യാത്ര. അപ്പോൾ നമുക്ക് പോയാലോ? ഈ കാണുന്ന ബോട്ട് ജെട്ടിയാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. ആ കാണുന്നതാണ് കേട്ടോ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുള്ള ബോട്ട് യാത്ര നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റോപ്പ് എത്തി. ഫോർട്ട് കൊച്ചി ജെട്ടിയാണിത്. നമ്മളിവിടെ ഇറങ്ങുകയാണ്. ഈ ബോട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ബോട്ടാണ്. ഈ ബോട്ടിൽ മാക്സിമം 100 പാസഞ്ചേഴ്സിനെ മാത്രമേ അലോ ചെയ്യത്തുള്ളൂ. ബോട്ട് ജെട്ടിയിൽ നിന്ന് അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്ന് എന്നെ ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഒരിത്തിരി നൈറ്റ് ആയതിനു ശേഷമുള്ള വിഷ്വൽസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നേരെ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൻ്റെ അകത്തേക്ക് കയറുന്ന എൻട്രൻസ്. ഇവിടെ അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ പുറത്ത് തന്നെ ധാരാളം കച്ചവടക്കാരുണ്ട് കേട്ടോ. അകത്തേക്ക് കയറി റൈറ്റ് സൈഡിലായിട്ട് ഐ ലവ് ഫോർട്ട് കൊച്ചി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ധാരാളം ആളുകൾ ഇതിൻ്റെ മുമ്പിൽ നിന്നും ഫോട്ടോസുകളൊക്കെ എടുക്കുന്നുണ്ട്. നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് സീരിയസ് ആയിട്ടിട്ട ഈ ഒരു ആർച്ച് കാണാം. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഒരുപാട് ആളുകൾ ഇതിൻ്റെ മുമ്പിൽ നിന്നും അകത്തു നിന്നും ഒക്കെ ആയിട്ട് ഫോട്ടോസുകൾ എടുക്കുന്നുണ്ട്. ഇവിടെ ടോയ്സ് വിൽക്കുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. ഇവിടെ ധാരാളമായിട്ട് ലൈറ്റുകൾ വെച്ചിട്ടുള്ള ടോയ്സുകളുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇവിടെ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഫുഡുകൾ വിൽക്കുന്ന കച്ചവടക്കാർ ഒരുപാടുണ്ട് കേട്ടോ. ഇത് ലവിൻ്റെ ഷേപ്പിൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ സെഷനാണ്. നല്ല രസമാണ് ഇത് നേരിട്ട് കാണാൻ കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുലുക്കി സർബത്തുകൾ കിട്ടുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ഒരു പൈനാപ്പിൾ കുലുക്കി ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ കണ്ട ലൈറ്റ് ആർച്ച് പോലത്തെ വേറൊരു ലൈറ്റ് ആർച്ചാണ് കേട്ടോ ഇത്. ഇതൊരു വേറൊരു സ്റ്റൈലിലാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് എല്ലാവരും സത്യത്തിൽ വരുന്നത്. ഈ ട്രീ കണ്ടോ, എന്ത് നല്ല ഭംഗിയല്ലേ, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കാണാനായിട്ട്. ഈ ട്രീയുടെ ചില്ലകളിൽ അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് ക്രിസ്മസ് അപ്പൂപ്പന്മാർ കയറിയിരിപ്പുണ്ട് കേട്ടോ. നല്ല രസമാണ് ഈ കാഴ്ച കാണാൻ.
ഫോർട്ട് കൊച്ചിയിലെ ഈ കാഴ്ചകൾ സത്യത്തിൽ നമ്മൾ ഇവിടെ വന്ന് ശരിക്കും ആസ്വദിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഇതാ ഇവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എല്ലാ ടൈപ്പിലുള്ള കച്ചവടക്കാരും ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് സ്മോക്ക് ബാൾ കൗണ്ടർ. ഈ പപ്പാഞ്ഞയ്ക്ക് നല്ല ഹൈറ്റാണ് കേട്ടോ, നല്ല സൈസാണിത്. ഈ പപ്പാഞ്ഞയാണ് ന്യൂ ഇയറിനെ ഇവിടെ കത്തിക്കുന്നത്. ഇത് അതിന് തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു ചെറിയൊരു പപ്പാഞ്ഞിയാണ് കേട്ടോ. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അടുത്തും വന്ന് നിന്ന് ആളുകൾ ഒരുപാട് ഫോട്ടോസുകൾ എടുക്കുന്നുണ്ട്. ഇവിടെ ഇതുപോലെ ഒരുപാട് ഫോട്ടോ പോസ്റ്റിംഗ് ബൂത്തുകളുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഗ്രൗണ്ടിൽ ഓരോ ദിവസവും ഓരോരോ പ്രോഗ്രാംസ് ഉണ്ടാകും കേട്ടോ. ഇന്നിവിടെ ഉള്ളത് കളരിപ്പയറ്റാണ്. ഈ ഗ്രൗണ്ടിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് പാർക്ക് സെക്ഷൻ ഓപ്പൺ ആയിട്ടുള്ളത്. അവിടെ ധാരാളം മത്സരങ്ങൾ നടക്കുന്നുണ്ട്. കൂടാതെ മരണക്കിണർ ഷോയും നടക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് കാണാം. ആഹാ, ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാട്ടോ. ഈ ഐറ്റത്തിലൊക്കെ കയറാനായിട്ട് വലിയ ടിക്കറ്റ് ചാർജൊന്നും വരുന്നില്ല. ഇതിൻ്റെ അകത്താണ് മരണക്കിണർ ഷോ നടക്കുന്നത്. നമുക്കൊന്ന് കണ്ടാലോ? ഇവിടെ ഈ കാഴ്ചകൾ കണ്ട് നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ.
ഈ കാണുന്ന സാധനങ്ങളൊക്കെ വിൽക്കാനുള്ളതല്ല കേട്ടോ, ഈ മത്സരത്തിലൊക്കെ ജയിക്കുന്നവർക്ക് സമ്മാനമായിട്ട് കൊടുക്കാനുള്ളതാണ്. ഇന്ന് എൻ്റെ കൂടെ വന്നത് അനീഷാണ്. അപ്പോൾ അനീഷ് ഒരു ഗെയിമിൽ പങ്കെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അനീഷ് ബോളുകൾ ഇട്ട് കൂട്ടിക്കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് 18ആണ്. 18ആം നമ്പറിൽ സമ്മാനമായി വരുന്ന ബക്കറ്റാണ് അനീഷിന് സമ്മാനമായി കിട്ടിയിരിക്കുന്നത്. ഇവിടെയും കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ റോഡിലൂടെ വരുമ്പോൾ ഈ ബട്ടർഫ്ലൈ ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അത് കണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറിയത്. ഈ ഗ്രൗണ്ടും ലൈറ്റൊക്കെ ഇട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ സ്റ്റേജിലും പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. കുറേ ആളുകൾ ഇവിടെ വന്നിരുന്ന് ഇതും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.